നമ്മൾ ഓൾമോസ്റ്റ് ഗ്രൗണ്ട് 9-ാം തീയതി 8-ാം തീയതി നമ്മൾ ബുക്ക് ചെയ്തതാണ്. 2 ദിവസത്തിന് നമ്മൾ ബുക്ക് ചെയ്ത് അതിൻ്റെ അഡ്വാൻസ് പേയ്മെൻറ്റ് ഒരു പറയുന്ന പേയ്മെൻറ്റ് നമ്മൾ കൊടുത്ത് അതിൽ അഡ്വാൻസ് 7,000 നമ്മൾ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഗ്രൗണ്ട് ആൾ ഇപ്പോൾ ഇവിടുത്തെ ഗ്രൗണ്ടിൻ്റെ ഓണർ സംസു എന്ന് പറഞ്ഞ ആളായിട്ടാണ് നമ്മൾ ബുക്ക് ചെയ്തത്. എന്നിട്ട് ആൾ പറഞ്ഞ രീതിയിലുള്ള പേയ്മെൻറ്റും കൊടുത്തു. ആ ഗ്രൗണ്ട് നമുക്കല്ലാതെ വേറെ ആർക്കും അലോഡല്ല, നല്ല രീതിയിൽ സംസാരിച്ച് കാര്യങ്ങളൊക്കെ ചെയ്താണ്. എൻ്റെ വോയിസ് റെക്കോർഡൊക്കെ നമ്മളെ കയ്യിലുണ്ട്. എന്നിട്ട് നമ്മളെ പെർമിഷൻ ഇല്ലാതെ അവരെന്ത് ചെയ്ത് ഈ ഗ്രൗണ്ട് 2 സ്പ്രെഡ് ചെയ്തിട്ട് വേറെ 7സിന് കൊടുത്തു. ഓക്കെ, നമ്മൾ അത് ഇന്നലെ ചെറിയ കുട്ടികളെ സെലക്ഷൻ ചെയ്യുന്നു. അതുകൊണ്ട് എന്ത് ചെയ്ത് കുട്ടികൾ കളിച്ചോട്ടെ, നമുക്ക് ചെറിയ ഭാഗം മതി എന്ന് പറഞ്ഞിട്ട് 9സിൻ്റെ കോർട്ടാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്തു, കളിച്ചു. ഇന്ന് അത് പറ്റില്ല. കാരണം 11s സീനിയേഴ്സ് 11s തന്നെ കളിക്കണം. എന്നാൽ മാത്രമാണ് നമുക്ക് ആ പ്ലെയറെ ക്വാളിറ്റി എന്താണെന്ന് തിരിച്ചറിയാനും പെർഫോമൻസ് ലെവലൊക്കെ നോക്കിയിട്ട് 11s ആണ് നമ്മൾ ടൂർണമെൻറ്റ് ചെയ്യുന്നത്. അല്ല, അപ്പം നമുക്ക് ആ ക്വാളിറ്റി ഉള്ള. പക്ഷേ ഇപ്പം അവർ പറയുന്നത് ഇന്നലെ രാത്രി നമ്മൾ ഇന്നലെ കളിക്കുമ്പോൾ അതാക്കണ ആ കർട്ടൻ കണ്ടോ, ആ കർട്ടനിൽ 2-3 കുട്ടികളുടെ തലൻ്റെ മേലെ കൂടെ വീണു. പോസ്റ്റ് വീണപ്പോൾ നമ്മൾ എന്ത് ചെയ്ത് ആ പോസ്റ്റ് മടക്കി വെച്ചു. നിങ്ങൾ കണ്ടില്ല, ആ തുണി കണ്ടില്ലേ? എല്ലാവരും കണ്ടാൽ മനസ്സിലാവും. ഒരു സാധാ തുണിയാണ്. അത് മടക്കി വെച്ചു. അത് കഴിഞ്ഞിട്ട് അവർ രാത്രി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നമ്മളെ തുണിയൊക്കെ കീറിയിക്കണ്, നിങ്ങളെ കറക്റ്റ് ചെയ്ത് തരണം, നഷ്ടപരിഹാരം 3,500 രൂപ വേണം പറഞ്ഞു. നിങ്ങൾ കണ്ടില്ല, അത് നോക്കിക്കോളി. ആ സാധനം നമ്മളെടുത്ത ഗ്രൗണ്ടിന്, നമ്മളെ ഗ്രൗണ്ടിൻ്റെ ഇടയിൽ കൂടെ കൊണ്ടുപോയി കർട്ടൻ വെച്ചിട്ട് എന്നിട്ട് നമ്മളടുത്ത് തന്നെ നഷ്ടപരിഹാരം ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, നഷ്ടപരിഹാരം ഒന്നുമില്ല, ആ കോർട്ട് നമ്മൾ മാറ്റിയിട്ട് കറക്റ്റ് ചെയ്ത് തരും, അതിന് ശേഷം കറക്റ്റാക്കിയിട്ട് കെട്ടിത്തരും, നമ്മൾ ആ പരിപാടി തീർത്ത് പോകുന്നു. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. നമുക്കിപ്പം ഈ ഒരു സാഹചര്യത്തിൽ ഒരു 90% ഇവിടെ നടത്താൻ പറ്റില്ല. നിങ്ങൾ സഹകരിക്കുകയാണെങ്കിൽ നമുക്ക് നിയറസ്റ്റ് ഇവരെ മമ്പാട് ഗ്രൗണ്ട് ഉണ്ടെന്ന് പറഞ്ഞു, അവൾക്ക് പോസ്റ്റ്പോൺ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ, വരാൻ പറ്റുമോ? ഇവിടുന്ന് ഓൾമോസ്റ്റ് 15 ഉറുപ്പ്യയായിട്ട് ട്രാവലിംഗ് എക്സ്പെൻസ് വരുന്നുണ്ട്. നിങ്ങൾക്ക് എത്താൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ 8 മണിയായി, 9 മണിക്കുള്ളിൽ നമുക്ക് അവിടെ സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾ എന്ത് പറയുന്നു? പറ്റില്ലേ? അപ്പോൾ ഇതിൻ്റെ അവസ്ഥ നിങ്ങളത്ത് പറഞ്ഞ് മനസ്സിലാക്കി തന്നാണ്. എന്താ ചെയ്യാൻ പറ്റുക? നിങ്ങൾ ആലോചിച്ച് നോക്ക്. നമ്മളൊരവസ്ഥ, നമ്മൾ ഏതോ സമയത്ത് ഗ്രൗണ്ട് ബുക്ക് ചെയ്തിട്ട് അതിൻ്റെ കൺഫർമേഷന് കാര്യങ്ങളൊക്കെ ചെയ്ത്, ഇപ്പോൾ നമ്മളെ കൂടെയുള്ള ഇന്ത്യൻ കോച്ചുമാരുണ്ട്, സ്കൗട്ടർമാരുണ്ട്, ഇതൊക്കെ ചെയ്തിട്ട് എങ്ങനെ മലപ്പുറത്ത് ഫുട്ബോൾ ഡെവലപ്പ് ആവുക? നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കും. നിങ്ങൾ കളിച്ച് വരുന്നതാണ്, നിങ്ങൾക്ക് എങ്ങനെയാണ്, നമ്മളിപ്പോൾ ഞാനും കോച്ചാണ്, ഇതാൾ കോച്ചാണ്, ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഇല്ലാതെ നിങ്ങൾ എങ്ങനെയാണ് നമ്മൾ പറയുക ഇങ്ങനെ ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് നെക്സ്റ്റ് ടൈം ഇങ്ങനെ ചെയ്യാൻ പറ്റും എന്നൊക്കെ? ഫുട്ബോളേഴ്സ് മലപ്പുറത്തുണ്ട്, പക്ഷെ നിങ്ങളിപ്പോഴും പറയുന്നത് കളിക്കാൻ ഫീൽഡുകളില്ല. ഇനി ഫീൽഡുള്ളത് തന്നെ ഇമാതിരി കാണിക്കണത്. നിങ്ങൾക്കതിന് വ്യക്തത വരുത്തണമെന്നുണ്ടെങ്കിൽ ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ പോലും നമ്മളത് കറക്റ്റ് ചെയ്തുതരാം. ഞാൻ അവർക്കൊക്കെ വോയിസ് കാര്യങ്ങൾ എല്ലാം നമ്മൾ വിട്ടുകൊടുത്തിട്ടുണ്ട്. എന്താ ചെയ്യാൻ പറ്റുക? നമ്മൾ അവിടുന്ന് എത്രയും ഷെഡ്യൂൾ ചെയ്ത് വർക്ക് കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടെ വരുമ്പോൾ 2 ദിവസം, അതായത് ഈ കളിക്ക് സെലക്ഷന് വരുന്നതിൻ്റെ 1 ദിവസം മുമ്പാണ് ആൾ വിളിച്ചിട്ട് പറഞ്ഞത്, അല്ല ഗ്രൗണ്ട് നമ്മൾ വേറൊരാൾക്ക് കൊടുത്തിക്കണ്, നിങ്ങൾക്ക് ഫണ്ട് റീഫണ്ട് ചെയ്യാം, നിങ്ങൾക്ക് കുഴപ്പമില്ലല്ലോ. എന്താ നമ്മൾ പറയുക? സോഷ്യൽ മീഡിയയിൽ നിങ്ങളൊക്കെ പരസ്യവും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. അതൊക്കെ നമ്മൾ അനൗൺസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിനിപ്പോൾ എന്താ നമ്മൾ പറയുക? ഇതിന് വേറൊരു വേർഡ് നമുക്ക് പറയാൻ പറ്റാത്തതുകൊണ്ടാണ്. അത്രയും മോശമായി പോകും. അപ്പോൾ നിങ്ങളൊന്ന് സഹകരിക്കുക, വേറെ നിവർത്തിയില്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ ഒരു 9 മണിയാകുമ്പോഴത്തേനും എന്ത് ചെയ്യുക, നമുക്ക് അവിടെ സ്റ്റാർട്ട് ചെയ്യാം. ഇവർക്ക് ഫോം എല്ലാവർക്കും കൊടുത്തിട്ടില്ല, ആ ഫോം ഫില്ല് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് സ്പീഡായിട്ട് നിങ്ങൾ അവിടെ എത്തുക. ഓക്കെ, സോറി എല്ലാവർക്കും പറയാണ്, ഇങ്ങനൊരു അവസ്ഥ ആയതുകൊണ്ടാണ്. അവർക്ക് ചെയ്ത ആളുകൾക്ക് നാണല്ല, പക്ഷേ നമുക്കതിൽ നിങ്ങൾക്ക് വളരെയധികം വിഷമമുണ്ട് ഇങ്ങനെ മാറ്റി വന്നതിൽ. ഓക്കെ, സോറി. അപ്പോൾ നമ്മൾ പെട്ടെന്ന് നിങ്ങൾ അവിടെ എത്തിയിട്ട് അവിടെ ഡ്രസ്സ് ചെയ്തിട്ട് ഇറങ്ങുക. ഓക്കെ, താങ്ക്സ്.